നമസ്കാരം. CMRL കേസിൽ SFIOയെ സമർപ്പിച്ച കുറ്റപത്രം വിചാരണ കോടതിയിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷിക്കുന്നത് അതിവേഗ നടപടികൾ. CMRL മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ തുടങ്ങിയവരെ പ്രതി ചേർത്താണ് കുറ്റപത്രം നൽകിയിട്ടുള്ളത്. വിവിധ വകുപ്പുകളിലായി കമ്പനികൾ ഉൾപ്പെടെ 13 പേരാണ് പ്രതിസ്ഥാനത്ത്. കർത്തയ്ക്കെതിരെ 3 ആരോപണങ്ങളുണ്ട്. ചെളിനീക്കവും ഗതാഗത ചെലവുകളുമായി ബന്ധപ്പെട്ടുള്ള 182 കോടിയുടെ തട്ടിപ്പ്, മരുമകനായ അനിൽ ആനന്ദ പണിക്കർക്ക് അനധികൃതമായി 13 കോടി രൂപ കമ്മീഷൻ നൽകി, ടി വീണ എന്ന വീണ വിജയനും അവരുടെ കമ്പനിയായ എക്സാലോജിക്കും 2.7 കോടി രൂപ അനധികൃതമായി നേട്ടമുണ്ടാക്കി എന്നീ ആരോപണങ്ങളാണവ. എറണാകുളം ജില്ലാ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രമാണ് ജില്ലാ ജഡ്ജി വിചാരണ കോടതിയായ അഡീഷണൽ സെഷൻസ് കോടതിയുടെ പരിഗണനയ്ക്കായി വിട്ടത്. സെഷൻസ് കോടതി 7-ന് തുടർ നടപടികൾ സ്വീകരിക്കും. SFIOയെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ കോടതി ആദ്യം പ്രാഥമിക വാദം കേൾക്കും. തുടർന്ന് പ്രതിസ്ഥാനത്തുള്ളവർക്ക് സമൻസ് അയക്കും. അതിനുശേഷം വിചാരണ തുടങ്ങും. 3 പ്രധാന കണ്ടെത്തലുകളും CMRLനെ വലയ്ക്കുന്നതാണ്. ചെളിനീക്കവും ഗതാഗത ചെലവുകളുമായി ബന്ധപ്പെട്ടുള്ള 182 കോടിയുടെ തട്ടിപ്പുൾപ്പെടെ എല്ലാം അഴിമതിയായി മാറും. CMRLൽ പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് ഓഹരിയുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുപണത്തിന്റെ പരിധിയിലും ഇത് വരും. വിജിലൻസ് കേസിനുള്ള സാധ്യതകളും ഈ ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട്. ചെളിനീക്കത്തിൽ CMRL MD ശശിധരൻ കർത്ത, CMRL CGM ഫിനാൻസ് P സുരേഷ് കുമാർ, CMRL DFO K സുരേഷ് കുമാർ, CMRL ജോയിന്റ് MT ശരൺ S കർത്ത, CMRL സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ KA സകേഷ് കുമാർ, CMRL സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റർ AK മുരളീകൃഷ്ണൻ, കൊച്ചിൻ മിനറൽസ് ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ്, നിപുണ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്, സസ്ഡ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നിവരാണ് പ്രതികൾ. 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. അനിൽ ആനന്ദ പണിക്കർക്ക് അനധികൃതമായി 13 കോടി രൂപ കമ്മീഷൻ നൽകിയ കേസിൽ ശശിധരൻ കർത്ത, CMRL ഡയറക്ടർ അനിൽ ആനന്ദ പണിക്കർ, കൊച്ചിൻ മിനറൽസ് ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ് എന്നിവരാണ് പ്രതിസ്ഥാനത്തുള്ളവർ. ശശിധരൻ കർത്ത, എക്സാലോജിക് ഡയറക്ടർ ടി വീണ, കൊച്ചിൻ മിനറൽസ് ആൻഡ് റീറ്റെയിൽ ലിമിറ്റഡ്, എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ് എന്നിവരാണ് വീണയുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ പ്രതിസ്ഥാനത്തുള്ളത്. കുറ്റം നിലനിൽക്കുന്നതാണെന്ന് കോടതിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. തുടർന്ന് മാത്രമേ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവർ നിയമപരമായി പ്രതി ചേർക്കപ്പെടുമോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. അതിനുശേഷമേ വിചാരണ നേരിടേണ്ടതായുള്ളൂ. കുറ്റപത്രത്തിനൊപ്പം കരിമണൽ കമ്പനിയായ ശശിധരൻ കർത്തയുടെ വിവാദ ഡയറിയും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം. സമൻസിനെയും SFIOയെയും കുറ്റപത്രത്തെയും ചോദ്യം ചെയ്ത് വീണ വിജയൻ അടക്കമുള്ളവർ കോടതിയെ സമീപിക്കാനും സാധിക്കും. SFIOയെ ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കൊച്ചിയിലെ കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിനൊപ്പമാണ് ശശിധരൻ കർത്തയുടെ വിവാദ ഡയറിയുടെ പകർപ്പുള്ളത്. 2019 ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം നടത്തിയ റെയ്ഡിലായിരുന്നു ഈ ഡയറി കിട്ടിയത്. കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും മാധ്യമങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും കോടിക്കണക്കിന് രൂപ കൈമാറുന്നതിന്റെ വിവരങ്ങളിലുണ്ട്. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് വീണ വിജയനും CMRLും തമ്മിലുള്ള മാസപ്പടി ഇടപാട് പുറത്തുവന്നത്. എന്തായാലും പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന കേരളത്തിലെ CPM നേതൃത്വത്തിന് മുന്നിലെ വലിയ വെല്ലുവിളിയാണ് കരിമണൽ കമ്പനിയുമായുള്ള ദുരൂഹ പണമിടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ പ്രതിയായത്. എന്നാലും മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ പ്രക്ഷോഭം ആരംഭിച്ചു കഴിഞ്ഞു.